അയ്യമ്പള്ളി സാമൂഹ്യ സേവാ സമിതിയുടെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ സിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ലൂർദ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവാ സമിതി പ്രസിഡന്റ് MA മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സ്വപ്ന ഭാസ്കർ MBBS DGO, ഈ വർഷം MBBS പാസ്സായ ഡോക്ടർ പല്ലവി കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി KP ബാബു സ്വാഗതം പറഞ്ഞു. AV ഉണ്ണികൃഷ്ണൻ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എബ്രഹാം മാത്യു, MM പ്രമുഖൻ, രാധാകൃഷ്ണൻ MP, ഷൈബി ഗോപാലകൃഷ്ണൻ, CK അനന്തകൃഷ്ണൻ, ലൂർദ് ആശുപത്രി ഡോക്ടർ സച്ചു, ഡോക്ടർ ടിനു എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് മെഡിക്കൽ ക്യാമ്പും നടന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ പ്രോത്സാഹിക്കുന്ന കൊച്ചിൻ സിറ്റി ഓഫ് കൊച്ചിൻ റോട്ടറി ക്ലബ്ബ് ഓഫ് സിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ്, അതുപോലെ നമ്മുടെ തുടങ്ങിയിരിക്കുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ സിറ്റിയുടെ ഒരു കമ്മ്യൂണിറ്റി ക്ലബ്ബ്, അതിൻ്റെ ചെയർമാൻ ശ്രീ പ്രദീപ് സാർ, റോട്ടറി ക്ലബ്ബിന്റെ സിറ്റിയുടെ ട്രഷറർ, കൂടാതെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ പ്രോത്സാഹിക്കുന്ന നല്ലതായ നാട്ടുകാർ, ലൂർദ് ആശുപത്രിയുടെ PR സാർ, അവിടുത്തെ ഡോക്ടേഴ്സ്, സ്റ്റാഫ് എല്ലാവരെയും യോഗത്തിലേക്ക് സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ ദിവസം എല്ലാ നന്മകളും ഈശ്വരങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സേവാ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനമാണ്. കാരണം നമ്മളുടെ ഇത്രയും കാലം, അതായത് 65 വർഷമായിട്ട് നമ്മളിങ്ങനെ ഒരു സംരംഭം നടത്തിയിട്ടില്ല. ഞങ്ങളത് ചാർജെടുത്തിട്ട് 2ാമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന തരത്തിൽ ഒരു ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ തന്നെ ഒരു മെമ്പറുടെ മകളായ സ്വപ്ന ഭാസ്കർ കുറച്ച് നാളുകളായിട്ട് ഡോക്ടറായി നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും വർഷം സുസ്ഥിരമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വപ്ന ഭാസ്കർ അവർ നമ്മൾ ആദരിക്കുകയാണ്. ഒരു കൂടുതൽ സന്തോഷമുണ്ട്. അതായത് 62 വർഷം മുമ്പ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അന്ന് മരണത്തിനാണ് പാവപ്പെട്ട ആളുകളുടെ ഒരു ഏരിയയാണ്. ഒരാൾ മരിച്ചാൽ കുഴിച്ചിടാനായിട്ട് അതിന് മറവ് ചെയ്യുന്നതിന് സ്വന്തമായിട്ട് ഒരു മുമ്പ് പോലും ഇല്ലാത്ത ഒരു പരിസ്ഥിതി, മറവ് ചെയ്യുന്നതിന് വേണ്ട പൈസ കയ്യിലില്ലാതെ വരുമ്പോൾ ആളുകളോട് കൈ നീട്ടുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം എന്ന് നമ്മുടെ മുതിർന്ന തലമുറ കണ്ടതിൻ്റെ പേരിൽ രൂപീകരിച്ച സംഘടനയാണ് മരണങ്ങൾ. അത് വളരെ നല്ല രീതിയിലാണ് തുടർന്ന് പോകുന്നത്. ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം, അദ്ദേഹം തുടങ്ങി വെച്ചൊരു സംരംഭം, ഒരാളൊന്നും ജീവിച്ചിട്ടില്ല. അതിനൊരു കമ്മിറ്റി മെമ്പറുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വാസം കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് മറ്റൊരു ഡോക്ടറെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം MBBS പാസ്സായ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ഈ നിലയിലെത്തി. അതിനെ ഞങ്ങൾ ആദരിക്കാൻ അനുമോദിക്കുന്നു. വളരെ തറഞ്ഞൊരു ജീവിതത്തിൽ നിന്ന് ഇത്രയും പഠിച്ചൊരു ഡോക്ടറാകുമെന്ന് വെച്ച് വലിയൊരു കാര്യമാണ്.
അത് തന്നെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ ക്യാമ്പ് ഏറ്റവും മഹത്തരമാക്കാനായിട്ട് അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസിച്ച സമിതിയുടെ സെക്രട്ടറി ശ്രീ KP ബാബു, ഇന്നിവിടെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്ന കേന്ദ്രീയായ ഡോക്ടർ സ്വപ്ന ഭാസ്കർ, അനുമോദനം ഏറ്റുവാങ്ങുന്ന നമ്മളുടെ എല്ലാ അഭിമാനമായ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റാങ്കോട് കൂടി MBBS നേടിയ പല്ലവി കൃഷ്ണ, ആശംസകൾ നമുക്ക് സംസാരിക്കുന്ന റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ എബ്രഹാം മാത്യു, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MM മുരുകൻ, പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ CK അനന്തകൃഷ്ണൻ, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈബി ഗോപാലകൃഷ്ണൻ, ശ്രീ AV ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവാ സമിതിയുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ, റോട്ടറി ക്ലബിന്റെ പ്രതിനിധികൾ, ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വാഗത പ്രാസംഗിക അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവാ സമിതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു മരണ ഫണ്ട് എന്ന രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ച് നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്രദമായ ഉപകാരപ്രദമായ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സംഘടനയാണ് സാമൂഹ്യ സേവാ സമിതി. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന സാമൂഹ്യ സേവാ സമിതിയും അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന റോട്ടറി ക്ലബും ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, വിശദമായിട്ട് കടക്കേണ്ടതില്ല. ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിന് എപ്പോഴും മുന്നോട്ട് വരുന്ന സംഘടനയാണ്. അപ്പോൾ അവരെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു നന്മ തന്നെയാണ് തീർച്ചയായിട്ടും ഈ മെഡിക്കൽ ക്യാമ്പ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയ ചിലവും പണച്ചെലവൊക്കെ ഓർത്ത് നമുക്കുള്ള ചില ലക്ഷണങ്ങളൊക്കെ ചികിത്സിക്കുന്നത് നാളെ ആകട്ടെ എന്ന രീതിയിൽ മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കിടയിലേക്ക് ആ സൗകര്യങ്ങളെല്ലാം ആളുകൾക്ക് ഇടയിലേക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് വഴി എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ദീർഘമായിട്ട് സംസാരിച്ചു പോകുന്നില്ല, കാരണം വലിയ ചടങ്ങുകളും നല്ല പ്രസംഗങ്ങളും ബാക്കിയുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ അസുഖങ്ങൾക്ക് ചികിത്സ തേടി വന്നിട്ടുള്ള ആളുകളാണെന്നതുകൊണ്ട് വലിയ രീതിയിൽ കടന്നു പോകുന്നില്ലെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നായ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ചികിത്സയാണ്, അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണമാണ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഇത് ഏറ്റവും വലിയ അച്ഛന് ഭയങ്കര സ്വപ്നമായിരുന്നു ഡോക്ടറാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പ്രയത്നത്തിൽ എൻ്റെ പ്രയത്നത്തെക്കാൾ കൂടുതൽ അമ്മയ്ക്കാണ് കൂടുതൽ സഹായിച്ചത്. ഇത് തുടക്കം മാത്രമായിട്ട് കാണാണ്. ഇങ്ങനെ എല്ലാ യാത്രയിൽ ഒരു സപ്പോർട്ടായിട്ട് ഈ അനുഭവം സ്വീകരിക്കുകയാണ്. ഇത് ഏർപ്പെടുത്തിയ എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചോളൂ. ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നോക്കിയ ഏറ്റവും വലിയൊരു സാമൂഹ്യ സേവന പദ്ധതി എന്ന് പറയുന്നത് പൾസ് പോളിയോ. ലോകത്ത് പോളിയോ എന്ന ലോകത്തെ നിർമ്മാർജ്ജനം ചെയ്ത സംഘടനയാണ് റോട്ടറി. എല്ലാ വർഷവും ഇന്നും തുള്ളിമരുന്ന് നൽകുന്ന പൾസ് പോളിയോ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ്. പൾസ് പോളിയോ എന്നുള്ള പ്രോഗ്രാം ആഗോളതലത്തിൽ തന്നെ പോളിയോ ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സഹായിച്ചൊരു പ്രോഗ്രാമാണ്. എല്ലാ രാജ്യങ്ങളുടെ സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു റോട്ടറി പ്രോജക്റ്റാണ് പൾസ് പോളിയോ. ഇന്ന് അതുകൊണ്ട് തന്നെ റോട്ടറി എന്നും പലപ്പോഴും മെഡിക്കൽ
ചികിത്സ സംബന്ധമായ പ്രവർത്തനങ്ങളും വളരെ ആവശ്യത്തോടെ പങ്കെടുക്കാറുണ്ട് സഹായിക്കാറുണ്ട്. ഈ ക്യാമ്പ് നടത്തുന്ന സംഘാടകരോ ഇന്ന് അതിനോട് സഹായിക്കുന്ന നാട്ടുകാരോ എല്ലാവരും ഭാരവാഹികളെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ടീമാനുകളെ മറ്റു സമന്വയത്തിലെ സഹോദരി സഹോദരങ്ങൾ, ഈ സമിതി അതിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന കാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാനതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്നും വലിയ വളർച്ച നേടി അതോടൊപ്പം തന്റെ സമൂഹത്തിലെ ആളുകൾക്ക് നിരവധി സഹായങ്ങൾ കൊടുക്കുകയും അവരെ ഒപ്പം വളർത്തി കൊണ്ടുവരുവാൻ സമിതി കഴിഞ്ഞു. നമസ്കാരം. ഈ മനോഹരമായ വളരെ പ്രധാനമായ ചടങ്ങാണ് ഏകദേശം 18 വർഷം മുമ്പ് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തെ അന്ന് ശരിക്കും സ്വന്തമായിട്ട് ഭൂമി ആക്കുന്നുണ്ടാവില്ല. അനാവശ്യമായ ചടങ്ങുകൾക്ക് ദഹിപ്പിക്കാനായിട്ട് കടക്കാൻ വേണ്ടി ഇന്നത്തെ കാരണന്മാർ വളരെയധികം ശ്രദ്ധിക്കുന്ന കാലഘട്ടങ്ങളിലാണ് വിക്കണ്ണമാഷ് കഴിഞ്ഞാൽ അവരുടെ കുറെ ആൾക്കാരെ മുന്നിലെത്തി പരിഹാരം എന്ന നിലയിൽ അനാവശ്യ ചടങ്ങുകൾക്കായിട്ട് സമിതി